ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. RRB NDPCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നമ്മുടെ ഡിഗ്രി ലെവലിന്റെ. അതുപോലെ ജൂനിയർ എഞ്ചിനീയർ CBT 1ന്റെയും ഡേറ്റും നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, ഡേറ്റിന്റെ കാര്യം നോക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റെയിൽവേ NDPC അതേപോലെ JEEക്ക് വേണ്ടിയുള്ള മാത്സിന്റെ സീരീസ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ബേസ് ലെവൽ, ഒരുപാട് പേർക്ക് ആദ്യത്തെ ഒരു ക്ലാസ് ഇട്ടപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ബേസ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പേർക്ക് മനസ്സിലായില്ല എന്ന് കമന്റുകളിലൂടെ മനസ്സിലായി. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കുറേ പേര് പഠിച്ചു തുടങ്ങുന്നവരുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് കുറച്ച് മുന്നോട്ട് പോയവർ കാണും. അപ്പോൾ അവർക്കൊക്കെ എന്തുകൊണ്ടാണ് മാത്സ് പാടാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു 2 ക്ലാസ്സുകൾ. അതിന്റെ ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ പഠിച്ചത് ഡെയിലി പ്രാക്ടീസിന്റെ കാര്യം, സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തന്നു, ഒരു ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യണമെന്ന് കാണിച്ചു തന്നു, അതിന്റെ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അടുത്ത് ഡിവിഷൻ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തന്നു, ഡിവിഷന്റെ അതുപോലെ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു ഡിവിഷന്റെ. അതുപോലെ ഫ്രാക്ഷൻ എങ്ങനെയാണ് കൂട്ടുന്നത് കുറയ്ക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കി, അതായത് LCM എടുത്ത് നമ്മൾ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യും, അതിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ നിങ്ങൾ കണ്ടിന്യൂഷൻ വേണം എന്ന് കമന്റ് ചെയ്തതുകൊണ്ടാണ് ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു 2 ക്ലാസ്സുകൾ നിങ്ങൾ റെയിൽവേ എക്സാമിന് അതുപോലെ ഏത് എക്സാമിനായാലും നിങ്ങൾ മാത്സ് പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 2 ക്ലാസ്സുകൾ വളരെ ഫസ്റ്റ് ആയിട്ടും കാണേണ്ടതാണ്. അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, ഒരിക്കലും ഇത് ടോപ്പിക് അല്ല എന്ന് പറഞ്ഞിട്ട് പഠിക്കാതിരിക്കരുത്. ഇതിലൂടെയാണ് നിങ്ങളുടെ ടോപ്പിക്കിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമായിരിക്കും നമ്മുടെ ഈ ഒരു യൂട്യൂബിലെ സീരീസിൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാവുന്ന ടോപ്പിക്കിൽ റാഷണലൈസേഷനും റിക്കറിംഗ് ഫ്രാക്ഷനും കാൽക്കുലേഷന്റെ ട്രിക്കുകളും. ഇത്രയും കാര്യങ്ങൾ ആയിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ആയതും ഇതിലും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിന്റെ നല്ലൊരു തുടക്കം കിട്ടും. നല്ലൊരു തുടക്കം കിട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യാത്ര സുഗമമായിട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് 4 മാസം കൊണ്ടോ 5 മാസം കൊണ്ടോ 4 മാസം മിനിമം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാത്സ് സെറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന്റെ ഗ്യാരണ്ടി. അപ്പൊ ഇത് ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് ദിശ ലേണിംഗ് ആപ്പ് പുതിയ ആപ്ലിക്കേഷനിലാണ് ഈ ക്ലാസ് അവൈലബിൾ ആയിട്ടുള്ളത്. NDPCക്കും അതുപോലെ JEEക്കും CBT കൊണ്ടും സെയിം സിലബസ് ആണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് 4 മാസം 5 മാസം നിങ്ങൾക്ക് കഠിനമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ, ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം. കറക്റ്റ് ഓഫ്ലൈനിൽ കിട്ടുന്ന അതേ ഫീൽഡിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഇന്ററാക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ ഡെഡിക്കേഷൻ മാത്രമാണ്. ഫുൾ ചാപ്റ്ററുകളും ഇപ്പൊ നമ്മുടെ ക്ലാസ് ഏത് ലെവൽ മുതലാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. അതിന്റെ ഡെമോ ക്ലാസ് അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഡെമോ ക്ലാസ് മാത്രം കാണും. ഏത് ലെവലിൽ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നു, ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. അതിന്റെ കൂടെ ഫൗണ്ടേഷൻ ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ഫൗണ്ടേഷനും നിങ്ങൾ ഈ ഒരു NDPCയുടെ അല്ലെങ്കിൽ JEE CBT 1ന്റെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ അത് മാത്രം മതി. വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഒരു സോഴ്സിന്റെ ആവശ്യമില്ല. ഇതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിയത്. ഇന്ന് നമുക്ക് റാഷണലൈസേഷൻ പഠിക്കാം. അപ്പൊ അതിനു മുമ്പ് ഞാനിത് ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതിന്റെ 3ന്റെ ഹോംവർക്ക് ആൻസർ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് എക്സ്പോണൻസ് എന്താണെന്ന് നോക്കാം. എക്സ്പോണൻസ് ഉണ്ട്, റാഷണലൈസേഷൻ ഉണ്ട്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം നമുക്ക് എക്സ്പോണൻസ് എന്താണെന്ന് നോക്കാം. അപ്പൊ എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പോണൻസ് പവർ ആയിട്ട് വരുന്നത്, അതായത് 2ന്റെ ക്യൂബ്. ഇതിനൊരു എക്സ്പോണന്റ് എന്ന് പറയാം. 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2നെ 3 തൊട്ട് ഗുണിക്കുന്നുണ്ട്. 2 ഗുണം 2 ഗുണം 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. 8ന്റെ 8⁴ എന്ന് പറഞ്ഞാൽ 8 ഗുണം 8 ഗുണം 8 ഗുണം 8, 8നെ 4 വട്ടം ഗുണിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ഈ താഴെ ഇടുന്ന നമ്പർ ഇതാണ് നമ്മളുടെ പവർ എന്ന് പറയുന്നത്. പവർ ഇതാണ് നോർമലി എക്സ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, SSC GD 2022 പ്ലേലിസ്റ്റിലെ സഡ്സ് ആൻഡ് ഇൻഡിസസ്, SURDS ആൻഡ് ഇൻഡിസസ്. അപ്പൊ ആ ഒരു ക്ലാസ് കണ്ടാൽ അതിന്റെ കുറെ ഇക്വേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് പഠിക്കണം. അതും ബേസ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അതായത് A⁻m ഇൻറ്റു A⁻n എന്ന് പറഞ്ഞാൽ A⁻m+n ആണ്. ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? A⁻m ഇത് 2 ആണ് നമ്മുടെ ബേസ് എന്ന് വെച്ചോ. 2⁻1 ഇൻറ്റു 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2നെ 2 വട്ടം ഗുണിക്കും. 2 ഗുണം 2 ടോട്ടൽ എത്ര വരും? 2 2നെ 3 വട്ടം ഗുണിക്കുന്നു, അത് 2ന്റെ ക്യൂബ്. നമുക്ക് എന്ത് പറയാം? ഇവിടെ എന്ത് പറയാം? A⁻m. എക്ക് വരെ ഇവിടെ 2 ആണ്, എക്ക് വരെ 2 ആണ്, എമ്മിന് വരെ 1ഉം എന്നിന് വരെ 2. നമുക്ക് 2⁻1 + 2 2 ക്യൂബ് എന്ന് വരും. അപ്പൊ ഇതാണ് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ് A⁻m ബൈ A⁻n എന്ന് പറഞ്ഞാൽ A⁻m-. ഓക്കെ, അപ്പൊ ഇതാണ് എക്സ്പോണൻസിന്റെ കുറച്ച് ഇക്വേഷൻസ്. അപ്പോൾ അതുപോലെ 1/(x
എ റേസ് ടു മൈനസ് എൻ. മൈനസ് എൻ എന്ന് പറഞ്ഞാൽ 1/a റേസ് ടു n ആണ്. ഓക്കെ, അങ്ങനത്തുള്ള കുറച്ച് ഫോർമുലാസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണ് എക്സ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സഡ്സ് ആൻഡ് ഡിസസ് ചാപ്റ്ററിൽ SSC GDയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കിക്കോണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റാഷണലൈസേഷൻ ആണ്. ഫ്രാക്ഷൻ അതിന് മുമ്പേ എന്ത് ചെയ്യാം, റാഷണലൈസേഷൻ. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊന്നും അറിയാത്ത നമ്മൾ മാത്സ് തുടങ്ങുന്നത് നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് തരത്തില്ല. നിങ്ങൾ എത്ര ചാപ്റ്ററിൽ എത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ചെയ്യേണ്ടത്. റാഷണലൈസേഷൻ എന്താണ്? അപ്പൊ നമുക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും റൂട്ട് ടു. റൂട്ട് ടു എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ടു എന്താണെന്നും അതിന്റെ പവർ എങ്ങനെ വരുന്നതെന്നും ഒക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ നോക്കുക. റൂട്ട് ടു എന്ന് പറഞ്ഞാൽ നമുക്ക് 1.414 ആണ് ഇതിന്റെ വാല്യൂ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അങ്ങനെ പോകും 1.414, അങ്ങനെ അങ്ങനെ ഒരു വലിയ വാല്യൂ ആണ് 1.41. അപ്പൊ ഇവിടെ നമുക്ക് ഒരാൾ ചോദിക്കുവാണ് 1/√2ന്റെ വാല്യൂ ചോദിക്കുവാണ്. 1/√2 എത്രയാണ്? അപ്രോക്സിമേറ്റ് വാല്യൂ പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങളടുത്ത് ചോദിക്കുവാണ് 1/√2ന്റെ വാല്യൂ എത്രയാണ്. അപ്പൊ 1/√2ന്റെ വാല്യൂ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? √2ന്റെ വാല്യൂ ഒരാൾക്ക് അറിയാം, 1.414. 1/1.414 ഇത് ചെയ്യാൻ നിൽക്കുമോ? ചെയ്യാൻ നിന്നാൽ എത്ര സമയം എടുക്കും? ഒരുപാട് സമയം എടുക്കും. നിങ്ങൾ ആദ്യം 10 ആക്കണം, മേളിലും താഴെ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു പോയിന്റിന് പ്രശ്നമുണ്ടെന്ന് ആരോ പറഞ്ഞു. പോയിന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അത് ഞാനിപ്പോൾ മാറ്റിത്തരാം. ഇവിടെ നോക്കുക, അത് നിങ്ങളുടെ ബേസിനെ ചെയ്യുന്ന സ്മൂത്ത് ആക്കുന്ന അല്ലെങ്കിൽ സ്ട്രോങ് ആക്കുന്ന കാര്യമാണ്. ഇവിടെ 1/1.414 ആണ്. ഈ 1.414 എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ 1.414 എടുക്കണം, നിങ്ങൾ 41 എടുത്താൽ മതി. ഓക്കെ, 414 വേണ്ട, 41 എടുത്താൽ മതി. അപ്രോക്സിമേറ്റ് ആയിട്ട് 41 എടുത്താൽ. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ഈ 1.41 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 141 ഡിവൈഡഡ് ബൈ 100. ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് 1.41 എന്ന് പറയും. അപ്പൊ ഇവിടെ ഒന്നുണ്ട്, താഴെ നിന്നുണ്ടോ 141/100 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു നമ്പറിനെ, അതായത് ഇപ്പം 1/2 എന്ന് പറയുന്ന വാല്യൂ ഞാൻ മേളിലും താഴെ 3 കൊണ്ട് ഗുണിക്കും. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 3/6 എന്ന് എഴുതും. ഈ 3 വെട്ടിക്കളയുമ്പോൾ ഇത് എന്ത് തന്നെ ആവും? 1/2 ഉണ്ടാവും. അപ്പോൾ ഒരു ഫ്രാക്ഷനിലെ, ഇതിനാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, P/Q ഫോമിലുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു ഫ്രാക്ഷനിലെ ന്യൂമറേറ്ററെയും ഡിനോമിനേറ്ററെയും ഒരേ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ വാല്യൂന് എന്താ വരത്തില്ല? ചേഞ്ച് വരത്തില്ല. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഡിനോമിനേറ്റർ, ഇത് ന്യൂമറേറ്റർ. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഏറ്റവും ബേസ് ലെവലിൽ നിന്നാണ് പറയുന്നത്. മേളിലും താഴെ ഞാൻ എന്തുകൊണ്ട് കുടിക്കുന്നു? 100 കൊണ്ട് കുടിക്കുന്നു. ഏത് വാല്യൂ വേണമെങ്കിലും കുടിക്കാം. മേളിലും താഴെ ഒരേ ഓപ്പറേഷൻ ചെയ്യണമെന്നേ ഉള്ളൂ. 100 കൊണ്ട് കുടിക്കുമ്പോൾ മേളിൽ എന്ത് വരും? 100 വരും. താഴെ എന്ത് വരും? 141/100 ഇൻറ്റു 100. ഇവിടെ ഇൻറ്റു 100 വരും. ആ 100 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ 100ഉം ഈ 100 കൂടെ പോയിട്ട് നമുക്ക് എത്ര വരും? 100/141. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കാണുവാണെങ്കിൽ ഇനി നിങ്ങൾ പോയിന്റ് വെച്ച് എവിടെ കണ്ടാലും എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 പോയിന്റ്, 2 പോയിന്റ് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു 100 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 100 കൊണ്ട് ഗുണിക്കണം. അതാണ് ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയണം. കാര്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കണം നമ്മളുടെ മാത്സ് എന്ത് ചെയ്യേണ്ടത്, തുടങ്ങേണ്ടത്. ഓക്കെ, ഇവിടെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ മേളിൽ എന്ത് വരും? 100, താഴെ എന്ത് വരും? 141. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് 100/141. 100/141 ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു 0 കൂടി ഇട്ടു. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പോയിന്റ് ഇടും. 1000/141. 141 എത്ര വട്ടം വേണം? 8 വട്ടം പോകുമ്പോൾ 14 112, 7 വട്ടം പോകത്തുള്ളൂ. 980 987. ബാക്കി ശിഷ്ടം 13 വരും. പിന്നെ 130, 140 പോകത്തില്ല. ഒരു 0 ഇട്ടു. 1300. അങ്ങനെ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇതെന്താണ്? ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ പോയിന്റ് ഉള്ള ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഈ ഒരു മെത്തേഡിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ചെയ്യാൻ പോകരുത്. ഇതുപോലെ ചെയ്യാൻ പോകരുത്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്? ഞാൻ അടുത്ത ഇതെടുക്കാം. ഓക്കെ, ഇതെടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. 1/√2ന്റെ വാല്യൂ വേണം. ഫൈൻഡ് 1/√2. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ 100/141. ഓപ്ഷൻ ബി 141/200. ഓപ്ഷൻ സി 200/141. ഓപ്ഷൻ ഡി 141/100. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ചെയ്യും? ഇതിന്റെ ആൻസർ എന്ത് പറയും? നിങ്ങളൊന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ക്ലാസ് കാണുന്നവരൊന്ന് ജസ്റ്റ് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. സാർ ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ പറയും. ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് സമയം തരും. ഒന്ന് പറഞ്ഞു ഏതൊരു ആൻസർ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഏത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് നമ്മളുടെ ഓക്കെ, നിങ്ങൾ ആൻസർ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ ആൻസർ ആണോ നമുക്ക് കിട്ടിയെന്ന് നോക്കാം. ഇവിടെയാണ് നമ്മളുടെ റാഷണലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന്റെ പ്രസക്തി. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 1/√2ന്റെ വാല്യൂ ആണ് വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററുള്ള വാല്യൂ ഏതാണോ,
ഡിനോമിനേറ്ററിലെ വാല്യൂ ഇതാണ് √2 ആണ്. √2 + 0 ആണ്. നമുക്ക് എന്താ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നൊക്കെ പറയും. നമുക്ക് ചെയ്യാം, അതൊക്കെ ചെയ്യാം. ആദ്യം ഇത് പഠിക്കാം. മേളിൽ താഴെ എന്ത് ചെയ്യണം? ഈ ഒരു √2 ഉണ്ട്. താഴത്തെ റൂട്ടിനെ എന്ത് ചെയ്യണം? നമ്മൾ കളയണം. കാര്യം ഈ റൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ അപ്രോക്സിമേറ്റ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ മേളിൽ താഴെ എന്ത് ചെയ്യണം? √2 കൊണ്ട് വിളിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ മേളിൽ താഴെ ഒരേ വാല്യൂ കൊണ്ട് വിളിച്ചാൽ കോമൺ ആയിട്ടുള്ള വെട്ടി കളഞ്ഞാൽ വാല്യൂന് ചേഞ്ച് വരത്തില്ല. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 1/√നെ നമുക്ക് എങ്ങനെയും പറയാം √2 ഡിവൈഡഡ് ബൈ √2 × √2. രണ്ട് റൂട്ടുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ √a × √b എന്ന് പറഞ്ഞാൽ എന്താണ്? √a × √a അല്ലെങ്കിൽ √a × √b ആദ്യം പറഞ്ഞുതരാം. ഇതാ SSC GD ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതും കാണണം. അത് ഞാൻ ബേസ് ആയിട്ട് നിങ്ങളടുത്ത് പറഞ്ഞതാണ്. √a. ആദ്യത്തെ JEE ഫസ്റ്റ് ക്ലാസ്, ഇൻട്രൊഡക്ഷൻ ക്ലാസ്, കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്കറിയാമെന്നുള്ള ആ ക്ലാസ്, ഈ ക്ലാസ്, ഇത് മൂന്നും കാണണം. അതിൽ മൂന്നും പറഞ്ഞ കാര്യങ്ങളും ഫോളോ ചെയ്യും. അങ്ങനെ തുടങ്ങിയ ഒരാൾക്ക് ഈ NTPC മാത്സ് എന്തായിരിക്കും? അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഏതൊരു എക്സാം CGL വരെ ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പമാണ്. ഇവിടെ √a × √b എന്ന് പറഞ്ഞാൽ √ab ആണ്. അപ്പൊ ഇവിടെ √a × √a പറഞ്ഞാൽ എന്ത് വരും? √a × √a എന്ന് പറഞ്ഞാൽ √a എന്ന് പറഞ്ഞാൽ എന്താ? a⁻1/2 ആണ്. √a എന്ന് പറഞ്ഞാൽ a⁻1/2 ആണ്. യെസ്, a⁻1/2. റൂട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. പവർ 1/2 വരുമ്പോൾ നമ്മളത് റൂട്ടായിട്ട് പറയും. ഇവിടെ രണ്ടുണ്ട് കേട്ടോ. ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ a⁻1/3 വരും. അതൊക്കെ നമുക്ക് വേറൊരു ടോപ്പിക്കാണ്. അത് പെയ്ഡ് ക്ലാസ്സിൽ പഠിക്കുന്ന, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് വേറെ ടോപ്പിക്കാണ്. സട്സ് ആൻഡ് ഡിസസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇവിടെ a⁻1/2 × a⁻1/2 ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് സെയിം ആണ്. a⁻m × a⁻m + n a⁻1/2 + 1/2. 1/2 + 1/2 എന്ന് പറയുമ്പോൾ അരയും ഒന്നാണ്. a⁻1. അതായത് √a × √a എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വാല്യൂ എന്താണോ ഉള്ളത് ആ റൂട്ട് കളഞ്ഞിട്ട് അങ്ങ് എഴുതുക. √2 × √2 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടെ 2 ഉണ്ട്. പിന്നെ നമുക്ക് √2/2 എന്ന് പറയും. √2/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ഇഫ് √2 = 1.41 then find ഇങ്ങനെ ആയിരിക്കും തരുന്നത്. then find എന്ത് വരും? നമുക്ക് √2ന്റെ വാല്യൂ 1.41 അറിയാം /2 ഞാൻ പറഞ്ഞു. ഇവിടെ മേലിലും താഴെ എന്ത് ചെയ്യാം? നമുക്ക് പോയിന്റിനെ മാറ്റാം. അപ്പൊ പോയിന്റിനെ മാറ്റാൻ വേണ്ടി എത്ര പോയിന്റ് ഉണ്ടോ അത്ര എന്ത് ചെയ്താൽ 2 പോയിന്റ് ഉണ്ടെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ, 3 പോയിന്റ് ഉണ്ടെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ, 4 പോയിന്റ് ഉണ്ടെങ്കിൽ 10000 കൊണ്ട് മൾട്ടിപ്ലൈ. എത്ര പോയിന്റ് ഉണ്ടോ അത്രയും 0 എന്ത് ചെയ്യണം? മാറ്റണം. മേളിൽ ഞാൻ ഈ 141നെ 100 കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്യും? പോയിന്റ് മാറും. താഴെ എന്ത് ചെയ്യണം? അതേ നമ്പർ കൊണ്ട് ഗുണിക്കണം. മേളിൽ എന്ത് വരും? 141 1.41 × 100 141/100 × 100. ആ 100 വെട്ടിപ്പോകുന്നതാണ്. ഇതറിയാത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബേസ് മുതൽ പറയുന്നത്. ഇൻറ്റു ഡിവൈഡ് ബൈ 2 × 100. അതായത് 141 ഡിവൈഡ് ബൈ 200. നമുക്ക് എവിടെ ഉണ്ട്? ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കും. അപ്പൊ ഇതിനാണ് നമ്മൾ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് അഡ്വാൻസ് ലെവലിലോട്ട് പോകുമ്പോൾ, ഓക്കെ യെസ്. അപ്പൊ നോക്കൂ, നമുക്ക് √2 × √2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 ആണ്. √3 അറിയാം. ഒട്ടും അറിയാത്തവർക്കാണ്. ബേസ് ലെവൽ മുതലാണ് പഠിക്കുന്നത്. √3 × √3 3 ആണ്. അപ്പൊ ബേസ് തന്നെ ഒരു 5-6 മണിക്കൂർ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. √7 × √7 എത്രയാണ്? 7 ആണ്. ഇനി √2 × √3 ചെയ്യുമ്പോഴോ √a × √b എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് √a × √b എന്ന് പറഞ്ഞാൽ റൂട്ട് ആ എയും ബിയും കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ആണ്. ഇവിടെ റൂട്ട് നിങ്ങളൊന്ന് പറയാമോ? √3 × √5 √5 × √7 ഇതിന്റെയൊക്കെ വാല്യൂ എന്ത് വരും? √2 × √3 എന്ന് പറയുമ്പോൾ √2 × 3 √6. എല്ലാവരും സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് കണ്ട് ഡെയിലി എഴുതുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്റെ ക്ലാസ് സെറ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ത് ചെയ്യണം? ഡെയിലി എഴുതണം. ഡെയിലി എഴുതിയാൽ മാത്രമേ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ ഡിസ്കഷൻ വരുമ്പോൾ, കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ സ്പീഡ് വരണമെങ്കിൽ. ഇനി ഒരിക്കലും നിങ്ങൾ ബേസ് ഇല്ല, മനസ്സിലാവുന്നില്ല എന്ന് പറയരുത്. ഈ ക്ലാസ് കണ്ട് കറക്റ്റായിട്ട് ഇതിന്റെ ഗുണം നിങ്ങൾ സെറ്റ് ആക്കുക. എന്നിട്ട് നമ്മുടെ ക്ലാസ് കാണാൻ വരും. അപ്പൊ അത് നിങ്ങൾക്ക് ഭയങ്കര സ്പീഡാണെന്ന് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ബേസിൽ ഞാൻ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. അതിന്റെ ഗുണം നിങ്ങൾ എടുക്കുക. ഓക്കെ. ഇപ്പൊ √3 × √5 √3 × 5 അകത്തുള്ള രണ്ടും കൂടെ മൾട്ടിപ്ലൈ √15 √5 × √7 √30. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. 2 × √3 എന്ന് പറഞ്ഞാൽ എന്താ? 2 √3 ആണ്. 3 × √5 3 × 5 അങ്ങനെ എഴുതുന്നത് ഇത് എന്താണ്? സെയിം ആണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരും? ക്വസ്റ്റ്യൻ വരുന്നത് 2 √3 × 4. ഇതൊക്കെ അറിയാത്തൊരു കാണും, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. 3 √5 × 2 4 √7 × 5. ഇതിന്റെ ആൻസർ എന്ത് കൊടുക്കും? 2 √3 × 4. എന്ത് ചെയ്യണം? ഈ ഒരു പുറത്തുള്ളത് 2 മൾട്ടിപ്ലൈ 8 √3 ആണ്. 3 √5 × 2 3 × 2 6 ആണ്. 6 √5. 4 √7 × 5 4 × 5 20 √7. എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റാൻ പറ്റും. ഇനി അടുത്തൊരു ടൈപ്പ് 2 √3 × 5 √2 ഇങ്ങനെ ആയിരുന്നു. 5 √2 × 7 √3 4 √3 × 3 √5. ഇങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യും?
ഇങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ വന്നാൽ ചെയ്യേണ്ടത് 2 into 5. ആദ്യം ആ റൂട്ട് ഇല്ലാത്തത് മൾട്ടിപ്ലൈ. 2 into 5 10 ആണ്. ഇനി റൂട്ട് ഉള്ള മൾട്ടിപ്ലൈ. √3 into √2 √6 10 √6. 5 into 5 √2 into 7 √3. 5 into 7 35. 35 into √2 into √3 √6. നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് കൂടെ ചെയ്യണം. 4 √3 into 3 √5. 4 into 3 12. ഇനി √3 into √5 √15. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ടൈപ്പ്. എല്ലാ ടൈപ്പും നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാം. 4 √2 into 3 √2. പിന്നെ ആൻസർ വരും 4 into 3 12. 12 ഗുണം. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പേന എടുക്കാത്തുള്ള ഒരു മെത്തേഡിലേക്ക് പോകും. ഇനി √2 into √2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. റൂട്ട് ഓഫ് എങ്ങനെ വരുന്നത്? √2 into √2 √2 into 2 √4 ആണ്. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ റൂട്ട് എന്താണെന്ന് അറിയാത്തവർക്ക് ആ SSCGD ഫസ്റ്റ് ക്ലാസ് കാണും. അത് ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെ സ്ക്വയർ റൂട്ട് എടുക്കാത്തത്. വേറൊരു ബേസിൽ നിന്നും തുടങ്ങിയത്. ഓക്കെ, 12 into 2 നമുക്ക് എന്താ പറയുക. ഇതൊക്കെ ചെയ്ത് നമ്പറുമായിട്ട് ഒരു പരിചയം വരുമ്പോണ്ടല്ലോ, നിങ്ങളിത് കാണാതെ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഒന്നും എഴുതാതെ 4 √2 into 3 √2 12 ഗുണം 2 24 ആ ഒരു ലെവലിലോട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എത്തണം. ആ ഒരു സ്പീഡ് മാക്സിമം നിങ്ങൾ കീപ്പ് ചെയ്യണം. ഇനി 5 √3 into 2 √3. 5 √3 into 2 √3 എങ്ങനെ എഴുതാൻ പറ്റും? 5 √3 into 2 √3. 5 into 2 10 ആണ്. 10 into √3 into √3 3 ആണ്. 10 into 3 13 നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യാൻ പറ്റും. ഇനി റാഷണലൈസേഷൻ നമുക്ക് കുറച്ച് അടുത്ത ലെവലിലോട്ട് പോയാലോ? ടൈപ്പ് 1 നമ്മൾ കഴിഞ്ഞു. 1/√2 1/√3 ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യാന്ന് പഠിച്ചു. ഇനി 1/√7 ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1/√7. ഇന്ന് നമുക്ക് റാഷണലൈസേഷൻ പഠിക്കാം. ഓക്കെ, 1/√7. 1/√7 ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? മേലും താഴെ എന്ത് ചെയ്യണം? √7 കൊണ്ട് ഗുണിക്കണം. എന്താണ് റൂട്ട്? ആ താഴത്തെ റൂട്ട് കളയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്യാം. താഴത്തുള്ള ഡിനോമിനേറ്ററിലെ റൂട്ട് കളയാം. √7/7. √7 വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അത് എഴുതാം. ഇനി 3/√7 ഇതിനെ മാറ്റുമ്പോഴോ? 3/√7 ഇതിനെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? താഴെയുള്ള റൂട്ടിനെ എന്ത് ചെയ്യണം? നമ്മൾ കളയണം. 3/√7 മാറ്റണമെങ്കിൽ മേളിൽ താഴെ എന്ത് ചെയ്യണം? √7 കൊണ്ട് ഗുണിക്കും. നമുക്ക് എന്ത് വരും? 3√7 / 7. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്നായിട്ട് മാറ്റാം. ഇനി അടുത്തത് 1/2√3 ഇതിനെ എന്ത് ചെയ്യണം? റാഷണലൈസേഷൻ. അതുപോലെ 1/7√2 ഇതിനെ റാഷണലൈസേഷൻ. എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ താഴത്തെ റൂട്ട് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മേളിലും താഴെയും 2√3 കൊണ്ട് ഗുണിക്കും. അല്ലെങ്കിൽ √3 മതി. 2√3 എന്തിനാണ് വേണ്ടത്? മേളിലും താഴെയും ആ ഒരു റേഷ്യോ മാറായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? √3 കൊണ്ട് ഗുണിക്കുമ്പോൾ മേലെ എന്ത് വരും? 2√3 / 2√3 into √3. നമ്മൾ എത്ര പഠിച്ചത്? 2 into √3 into √3. അതായത് 2 into 3 എന്ന് വരും. √3 into √3 3 ആണ്. 2 into 3 6. √3/6. ഇനി 1/7√2 മേളിലും താഴെ എന്തുകൊണ്ട് ഗുണിക്കാം? √2 കൊണ്ട് ഗുണിക്കാം. √2 / 7 into √2 into √2. 7 into 2 14. ഇതിനു വേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ എന്ത് ചെയ്തത്? അത്രയും കാര്യങ്ങൾ ചെയ്തത്. ഇനി അടുത്തൊരു ടൈപ്പ് ഇവിടെ എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? ഈ സ്പീഡ് ഓക്കെ ആണെങ്കിൽ പറയണേ. കുറച്ച് പേർക്ക് സ്പീഡ് ഇനിയും കൂടുതലായിട്ട് തോന്നും. അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഞാൻ ഇതിലും സ്പീഡ് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കണ്ടന്റ് എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ടാണ് ഒരു അരമണിക്കൂറിൽ നമ്മൾ കേൾക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബേസിക് കാര്യങ്ങളാണ്. നിങ്ങൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരുപാട് സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ബാക്കിന്റെ സ്പീഡ് കുറച്ച് കാണാം. കാര്യങ്ങൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇതൊന്നും അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. എവിടെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മൈന്യൂട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇത് ആദ്യമേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാവും മാക്സിമം. ഇനി നോക്ക്, ഇങ്ങനെ ഒരു വാല്യൂ 5√3 ഇത് എവിടെ അതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവസാനം ഈ ക്വസ്റ്റ്യൻ്റെയൊക്കെ ആൻസർ എഴുതുന്ന സമയത്ത് നമുക്ക് ആൻസർ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. 5√3/3√5 ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. പക്ഷെ ഓപ്ഷനകത്ത് ഇതൊന്നും കാണത്തില്ല. ഓപ്ഷനകത്ത് വേറൊരു രീതിയിലായിരിക്കും ഓപ്ഷൻ വരും. അപ്പൊ നമുക്ക് അടിയിലുള്ള റൂട്ടിനെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അടിയിലുള്ള റൂട്ടിനെ കളയണം. മേളിൽ താഴെ എന്ത് ചെയ്യാം? √5 കൊണ്ട് ഗുണിച്ചാൽ മതി. √5 കൊണ്ട് ഗുണിക്കുമ്പോൾ മേളിൽ എന്ത് വരും? 5√3 into √5. അതായത് 5√15. 5√15 വരും. താഴെ എന്ത് വരും? 3 into √5 into √5. അതായത് 3 into 5 വരും. 5ഉം 5ഉം വെട്ടിപ്പോയി √15/3 എന്ന് ആൻസർ. √15/3 എന്ന് ആൻസർ. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരട്ടെ. നിങ്ങൾ ആൻസർ പറയുമോ? ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ആയിട്ട് പറയും. 2√2 / 3√3 ഇതിനെ റാഷണലൈസേഷൻ ചെയ്തിട്ട് ഫൈനൽ ആൻസർ ഒന്ന് കമന്റ്.
പിന്നെ നമുക്ക് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. റാഷണലൈസേഷൻ അതാകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ടൈപ്പ് കിട്ടും. അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഫോമുലയാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. നമ്മുടെ താഴത്തെ റൂട്ടിനെ കളയുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് നോക്കിക്കോളാം കേട്ടോ. അപ്പോൾ 6ന്റെ സ്ക്വയർ മൈനസ് 2ന്റെ സ്ക്വയർ, നമുക്ക് ഒറിജിനൽ ആൻസർ 36 മൈനസ് 4 എത്രയാണ്? 32 വരേണ്ടത്. അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം. എ പ്ലസ് ബി 6 2 8, എ മൈനസ് ബി 6 മൈനസ് 2 4, 8 4 32 സാറ്റിസ്ഫൈ. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുന്നത്? സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അറിയാവുന്ന വാല്യൂ വെച്ച് നോക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ തരുവാണ് 1 ഫൈൻഡ് വാല്യൂ ഓഫ് 1/2 പ്ലസ് റൂട്ട് 3. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1/2 പ്ലസ് റൂട്ട്. അപ്പൊ ഇതിനെ നിങ്ങൾ എങ്ങനെ റാഷണലൈസ് ചെയ്യും? അടുത്ത ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1/5 പ്ലസ് റൂട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1/3 പ്ലസ് റൂട്ട് 7. ഇതിന്റെ എല്ലാം എന്ത് വേണം? റാഷണലൈസേഷൻ ചെയ്തിട്ട് വാല്യൂ. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോമുലയെ വെച്ചിട്ടാണ്. കാര്യം നമ്മുടെ ഈ ഡിനോമിനേറ്ററിൽ എന്ത് പോകണം? ഈ റൂട്ട് വാല്യൂ നമുക്ക് പോകണം. അല്ലെങ്കിൽ റൂട്ട് 3യുടെ വാല്യൂ 1.73 ആണ്. നമുക്ക് ഇതിന്റെ വാല്യൂ 1 പ്ലസ് 3 ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. 3.73 വരും. നേരത്തെ പോലെ കാൽക്കുലേറ്റീവ് ആയിരിക്കും. ഓപ്ഷനകത്ത് ഇങ്ങനെയും കാണത്തില്ല. അപ്പൊ ചെയ്യേണ്ടത് റൂട്ട് 3 കളയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ പ്ലസ് റൂട്ട് ആണ്. ഇത് എ പ്ലസ് റൂട്ട് ബി എന്ന് പറയുന്ന ഒരു ഫോമുലാണ്. എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോമുലാണ്. അപ്പോൾ നമുക്ക് ഈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ഒരു വാല്യൂ പ്ലസ് ഒരു വാല്യൂ ഇൻറ്റു അതേ വാല്യൂ മൈനസ് മറ്റേ വാല്യൂ, രണ്ടാമത്തെ വാല്യൂ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? ഇവിടെ രണ്ടിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് വരും. അപ്പൊ ഈ റൂട്ട് കളയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു വാല്യൂവിനെ റൂട്ട് 3യെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്തായി പോകും? 3 ആയി. അല്ലെങ്കിൽ റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 3 × 1/2 ആണ്. അതിനെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ a⁻m n എന്ന് പറഞ്ഞാൽ a⁻m × n ആണ്. അതുകൊണ്ടാണ് ആ ഒരു സഡ്സ് ആൻഡ് ഇൻഡിസസിന്റെ ക്ലാസ് SSCTയിൽ നിന്നും കാണുന്നത്. അല്ലെങ്കിൽ ഡെമോ ക്ലാസ് കണ്ടാലും മതി. NDPC ബാച്ചിന്റെ ആപ്ലിക്കേഷനിലെ ഡെമോ ക്ലാസ്സിൽ ഈ ഒരു സഡ്സ് ആൻഡ് ഇൻഡിസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1/2 പ്ലസ് റൂട്ട് 3 ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടി കാണത്തില്ല. ആരും നിങ്ങൾ ഇത് പറഞ്ഞു കാണത്തില്ല. ജസ്റ്റ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് പറയത്തേ ഉള്ളൂ. അപ്പൊ അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാവും. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യും? മേളിലും താഴെ ഒരേ വാല്യൂ കൊണ്ട് ഗുണിക്കണം. അത് ഏത് വാല്യൂ കൊണ്ടാണ് നമുക്ക് നോക്കണം. ഇവിടെ ഒരു വാല്യൂ പ്ലസ് വേറൊരു വാല്യൂ, അപ്പൊ അതേ വാല്യൂ മൈനസ് ആ രണ്ടാമത്തെ വാല്യൂ. അങ്ങനെ ചെയ്താൽ രണ്ടിന്റെ സ്ക്വയർ വരും. സ്ക്വയർ വരുമ്പോൾ എന്തായി? നമ്മളുടെ ഈ ഒരു റൂട്ട് അങ്ങ് പോകും. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയും. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്താണോ ഉള്ളത്, റൂട്ടിന് മുമ്പുള്ള സൈൻ എന്താണോ ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ വേണം. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യും? മേളിലും താഴെ എന്ത് ചെയ്യും? ഇതിന്റെ കോൺജുഗേറ്റ് എന്താ? 2 - റൂട്ട് 3 ആണ്. മേളിലും താഴെ എന്ത് ചെയ്യണം? അതിനാണ് നമ്മൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കോൺജുഗേറ്റ് അതായത് റൂട്ടിന് മുമ്പുള്ള ആ ഒരു സിമ്പിൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മാറ്റുന്നു. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുന്നു, മൈനസ് ആണെങ്കിൽ പ്ലസ്. മേളിലും താഴെ എന്ത് ചെയ്യണം? 2 + റൂട്ട് 3 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ മേളിലും താഴെ എന്തുകൊണ്ട് ഗുണിക്കണം? ഇനി നിങ്ങൾക്ക് ആർക്കും ഇതിൽ തെറ്റ് വരും. 2 - റൂട്ട് 3 കൊണ്ട് ഗുണിക്കണം. ഡിവൈഡഡ് ബൈ 2 - റൂട്ട് 3. മേളിൽ എന്ത് വന്നു? 2 - റൂട്ട് 3 വന്നു. ഇനി നിങ്ങൾ കുറച്ച് ഈ ഒരു പഠിച്ചു കഴിയുമ്പോഴുണ്ടല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇത് പെൻ എടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യും? ആ ലെവലിലോട്ട് നമ്മൾ വരും. പക്ഷെ അതിനാദ്യം നിങ്ങൾ ഈ ഒരു ബേസ് സെറ്റ് ആക്കണം. ഡിവൈഡഡ് ബൈ ഇവിടെ നോക്ക് 2 + റൂട്ട് 3 ഇൻറ്റു 2 - റൂട്ട് 3. അപ്പോൾ a + b ഇൻറ്റു a - b. ഒരു വാല്യൂ വേറൊരു വാല്യൂ സം ചെയ്തേക്കുന്നു. ഒരു വാല്യൂ അതേ രണ്ടാമത്തെ വാല്യൂ എന്ത് ചെയ്തേക്കുന്നു? ഡിഫറൻസ് എടുക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? a² - b². ഫസ്റ്റ് എണ്ണത്തിന്റെ ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4 മൈനസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ റൂട്ട് 3 സ്ക്വയർ, റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3. റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 ആണ്. നമുക്ക് എന്ത് വരാം? ഇതിന് എന്ത് പറയാം? 2 - റൂട്ട് 3. ഇനി വേറെ പ്രോപ്പർട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കുമ്പോൾ തന്നെ ഡിഫറൻസ് ഓഫ് സ്ക്വയർ 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ ഈ ഒരു സിമ്പിൾ അങ്ങ് മാറ്റി എഴുതിയാൽ മതി. അതൊക്കെ ഞാൻ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ ഇത് മാത്രം മനസ്സിലാക്കും. ഇനി 1/5 പ്ലസ് റൂട്ട് ഇതിനെങ്ങനെ നമ്മൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെയുള്ള വാല്യൂവിന്റെ എന്ത് ചെയ്യാം? പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കാം. അതായത് 5 - റൂട്ട് കൊണ്ട് എന്ത് ചെയ്യണം? മേളിലും താഴെ 5 - റൂട്ട് കൊണ്ട് ഗുണിക്കണം. ഇവിടെ 5 - റൂട്ട് കൊണ്ട് ഗുണിക്കണം. മേളിൽ 5 - റൂട്ട് തന്നെ താഴെ എന്ത് വരും? a + b ഇൻറ്റു a - b. 5ന്റെ സ്ക്വയർ 25 മൈനസ് റൂട്ട് 2ന്റെ സ്ക്വയർ 2. എന്ത് പറയാം? 5 - റൂട്ട് 2 ഡിവൈഡഡ് ബൈ 23. അടുത്ത ക്വസ്റ്റ്യൻ 1/3 പ്ലസ് റൂട്ട് 7. മേളിൽ താഴെ എന്ത് ചെയ്യണം? 3 - റൂട്ട് 7 കൊണ്ട് ഗുണിക്കണം. അതാണ് നമ്മുടെ കോൺജുഗേറ്റ്. 3 - റൂട്ട് 7 കൊണ്ട് ഗുണിക്കണം. ഇവിടെ എന്ത് ചെയ്യണം? 3 - റൂട്ട് 7 കൊണ്ട് ഗുണിക്കണം. അത് എഴുതേണ്ട ആവശ്യമില്ല. 3 - റൂട്ട് 7 ഡിവൈഡഡ് ബൈ 3 + റൂട്ട് 7 ഇൻറ്റു 3 - റൂട്ട് 7. a + b ഇൻറ്റു a - a². ഫസ്റ്റിന്റെ സ്ക്വയർ 9 മൈനസ് റൂട്ട് 7ന്റെ സ്ക്വയർ 7. അതായത് 3 - റൂട്ട് 7 ഡിവൈഡഡ് ബൈ 2. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് ഇനി ഇതേപോലെ മൈനസ് വന്നാലോ? ഓക്കെ, റാഷണലൈസേഷൻ ഒരു നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. 1/2 - റൂട്ട് 3.
1/5 മൈനസ് റൂട്ട്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബേസ് മുതൽ നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെയ്ഡ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഓൺലൈൻ ലൈവ് ക്ലാസ്സിൽ ചെയ്യാം. അതാകുമ്പോൾ ബേസ് മുതൽ എന്ത് ചെയ്യാം പഠിക്കും. അടുത്ത ക്ലാസ് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. 1/2 മൈനസ് റൂട്ട് 3 എന്ത് ചെയ്യണം, ഇതിന്റെ കോഞ്ചുഗേറ്റ്. ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ് വരും, അതായത് 2 + √3 കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. 2 + √3 എന്ത് വരും, 2 + √3 ഡിവൈഡഡ് ബൈ a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി, a² മൈനസ് b². എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4 മൈനസ് √3 സ്ക്വയർ 3. നമുക്ക് എന്ത് പറയാം, 2 + √3 എന്ന് ആൻസർ. ഇവിടെ എന്താണ് കോഞ്ചുഗേറ്റ്, 5 + √2 ആണ്. 5 മൈനസ് √2 ആണ് അടിയിലുള്ളതെങ്കിൽ 5 + √2 ആണ്. റൂട്ട് പോകണം, 5 + √2 ഡിവൈഡഡ് ബൈ 5 മൈനസ് √2 ഇൻറ്റു 5 + √2. ഇവിടെ 5 + √2 ഉണ്ട്, √2 ഉണ്ട്. യെസ്, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി പ്ലസിന്റെ സ്ക്വയർ 25 മൈനസ് √2 സ്ക്വയർ 2. 5 + √2 ഡിവൈഡഡ് ബൈ 20, 23 എന്ന് ആൻസർ കിട്ടും. അടുത്ത 3 + √7 ഇതാണ് കോഞ്ചുഗേറ്റ് ഡിവൈഡഡ് ബൈ 3ന്റെ സ്ക്വയർ 9 മൈനസ് √7 സ്ക്വയർ 8. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി a² മൈനസ് b². 3 + √7 ഡിവൈഡഡ് ബൈ 2. നെക്സ്റ്റ് ഇങ്ങനൊരു വാല്യൂ, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. 2√3 ഡിവൈഡഡ് ബൈ 5 + √7. ഇതിനെ എന്ത് ചെയ്യണം, കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേറൊരു ഫോമിലോട്ട് എഴുതണം. പിന്നെ എന്താ ചെയ്യുന്നത്, 5 മൈനസ് √7 കൊണ്ട് മേളിൽ താഴെ ഗുണിച്ചാൽ മതി. എന്തായി, കോഞ്ചുഗേറ്റ് കൊണ്ട് ഗുണിച്ചാൽ മതി. അതിനാണ് നമ്മൾ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 5 മൈനസ് √7 താഴെ എന്ത് ചെയ്യണം, 5 മൈനസ് √7. മേളിൽ എന്ത് വരും, 2√3 ഇൻറ്റു 5 മൈനസ് √7. 2√3 കൊണ്ട് 5 ചെയ്യുമ്പോൾ 10√3. ഇവിടെ 2√3 ഇൻറ്റു √7 ചെയ്യുമ്പോൾ മൈനസ് 2 ഇൻറ്റു √3 ഇൻറ്റു √7 √20. ഇതെല്ലാം നിങ്ങൾ ഞാൻ പഠിപ്പിച്ചു. ഡിവൈഡഡ് ബൈ 5 + √7 ഇൻറ്റു 5 മൈനസ് √7. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി a² മൈനസ് b². 5ന്റെ സ്ക്വയർ 25 മൈനസ് √7 സ്ക്വയർ 7 മൈനസ് 7. നമുക്ക് എന്ത് കിട്ടും, 10√3 മൈനസ് 2√21. ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ബൈ 18. 10√3 മൈനസ് 2√21 ഡിവൈഡ് ബൈ. ഓക്കെ ആണോ ഇത്, ഓക്കെ ആണോ ഇത്. പിന്നെ നമ്മൾ റാഷണലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എവിടെയും ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ക്ലാസ് കിട്ടത്തില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനും ബേസിനും മാത്സിന്റെ ബേസിനും വളരെ ഇമ്പോർട്ടൻറ്റ് ഈ കാര്യം. കോഞ്ചുഗേറ്റ് എന്താണ്, എല്ലാ കാര്യങ്ങളും. യെസ്, കാൽക്കുലേഷന്റെ കാര്യം, കാൽക്കുലേഷന് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് വഴി ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. യെസ്, റിക്കറിംഗ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. 1/3 എന്ന് പറഞ്ഞാൽ 0.3333 ആണ്. അതിനെ നമ്മൾ എന്ത് പറയുന്നു, 0.3 കഴിഞ്ഞിട്ട് ഒരു ബാർ ഇടും, 3 എന്നും പറയും. നമ്മൾ 3/9 എന്നും പറയും. ആ കാര്യങ്ങളും റിക്കറിംഗ് ഫ്രാക്ഷന്റെ കാര്യങ്ങളും SSCGD പ്ലേലിസ്റ്റിലുണ്ട്. അതൊന്ന് കാണാൻ നോക്കുക കേട്ടോ, ദയവായിട്ട് അതൊന്ന് കാണാം. ആ കാര്യങ്ങൾ നിങ്ങൾ ബേസ് ആയിട്ട് പഠിക്കേണ്ട. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമ്മളുടെ PYQ സ്റ്റാർട്ട് ചെയ്താലോ, സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ ബേസുകൾക്ക് ബേസ് മുതൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ക്ലാസ്സുകൾ എടുക്കാവുന്നത്. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പെർസെൻറ്റേജിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ ദയവായിട്ട് പറയുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ബേസ് ലെവൽ മുതൽ പഠിക്കാനാണെങ്കിൽ ഒരു ചാപ്റ്റർ തന്നെ ഒരു 6 മണിക്കൂർ ക്ലാസ് ഉണ്ട്. തമാശ പറയുമല്ല, 6 മണിക്കൂറിൽ നമ്മൾ പഠിക്കാനുണ്ട്. പെർസെൻറ്റേജ് ആണെങ്കിൽ 6 മണിക്കൂർ ബേസ് പഠിക്കാനുണ്ട്, കാര്യങ്ങൾ കറക്റ്റായിട്ട്. അപ്പോൾ PYQ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഒന്നുകിൽ ഫൗണ്ടേഷൻ ബാച്ച് എടുത്ത് പഠിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ പെർസെൻറ്റേജ് നേരത്തെ ചെയ്ത ക്ലാസ് കണ്ടിട്ട് തന്നെ ദയവായിട്ട് വരും. പെർസെൻറ്റേജ് ദിശ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക, ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഏതൊക്കെ അവൈലബിൾ ആണോ എല്ലാം കാണും. ഈ പെയ്ഡ് കോഴ്സ് എടുക്കാൻ പറ്റാത്ത കാണുക, അത് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ PYQ ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ PYQ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല, സ്പീഡായിട്ട് തോന്നും. അപ്പൊ അങ്ങനെയുള്ളവരാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. മാക്സിമം പേർക്ക് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ട്, യൂസ്ഫുൾ ആണ്, നിങ്ങൾ എങ്ങനെ അത് എടുക്കുന്നു, നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ച്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മാക്സിമം പേര് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഇനി സീരിയസ് ആയിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു. നോട്ടിഫിക്കേഷനും വന്നു.